2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിനൊക്കെ കൊടിയിറങ്ങിയിട്ട് ഇനി ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2026 IPL മത്സരങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളിലേക്ക് പോയാൽ. അതുമാത്രമല്ല, ഈ വർഷത്തെ IPL ഏറ്റവും കിടലിനായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സുകളൊക്കെ സംസാരിച്ച് അങ്ങോട്ട് പോകാം. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഷോർട്സുകളൊക്കെ ആയിട്ട് യൂട്യൂബിൽ നിങ്ങളുടെ കൂടെ കാര്യങ്ങളും കഥകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു ലോങ് വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇട്ടുകൂടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ലോങ് വീഡിയോസ് ഇടാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു, ലോങ് വീഡിയോസ് ഇടണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതെങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ ലോങ് വീഡിയോസ് ഇടണോ വേണ്ടായോ എന്നുള്ളത്. എന്തായാലും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുത്ത് കൂടുതൽ പണിയെടുത്ത് ലോങ് വീഡിയോസുകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന ഒരു പാഠമാണ്. RCB 17 വർഷങ്ങളായിട്ട് കിരീടങ്ങളില്ലാത്തൊരു ടീം, ഒരുപാട് ട്രോളുകൾ നേരിട്ടിട്ടുള്ള ടീം, ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുള്ള ആരാധകർ, കപ്പിൽ ചായ കുടിക്കുമ്പോൾ പോലും ചായക്കപ്പൊക്കെ കുടിക്കാൻ നിങ്ങൾ വളർന്നോടാ എന്നുള്ള രീതിയിൽ പല കൂട്ടുകാരും കളിയാക്കിയിട്ടുള്ളൊരു ടീം. സോ ഈ ഒരു ടീം നേരിട്ടിട്ടുള്ള ട്രോളുകളിൽ നിന്ന് ചിലയിടങ്ങളിലൊക്കെ വെച്ചിട്ട് ഈ ടീമിൽ നിന്ന് ആരാധകർ ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷേ 17 വർഷവും ഈ ടീമിനോടൊപ്പം നിന്നൊരു വലിയ ആരാധക കൂട്ടമുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായിരുന്നു 2025, അതായത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് IPL കിരീടം അവർ നേടിയത്. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 18ാം നമ്പർ ജേഴ്സിക്കാരൻ വിരാട് കോഹ്ലിയും അത്രയും കാലം കൂടെ നിന്ന് ആരാധകരും ആ കപ്പ് നേടിയത് നല്ല രീതിയിൽ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു, ആഘോഷിച്ചു, സന്തോഷിച്ചു. ഇത് കിട്ടിയല്ലോ, ഇനി സമാധാനമാണ്. അതുകൊണ്ട് തന്നെ 2026 സീസണിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഓൾറെഡി കപ്പുള്ള ടീമാണ് നമ്മൾ, നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2026 എന്ന് പറയുന്ന സീസണിൽ RCB ഇറങ്ങിയത് വെറും ഒരു ഇറക്കമല്ലായിരുന്നു. ഈ ഒരു കപ്പ് അങ്ങോട്ട് ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ എന്നതിലും അപ്പുറം അറ്റാക്കിംഗ് ചാമ്പ്യന്മാരായിട്ട് ഈ കപ്പ് ഞങ്ങൾ നേടിയെടുക്കും, വേറെ ഒരുത്തരും ഈ കപ്പിൽ തൊടാൻ വേണ്ടിയിട്ട് വരരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് RCB കളത്തിലേക്ക് ഇറങ്ങിയത്. ഓരോ മത്സരങ്ങളിലും ആധികാരികമായി അവർ കളിച്ചു. ചില മത്സരങ്ങളിൽ പരാജയപ്പെട്ടു, പക്ഷെ ആ പരാജയത്തിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ട് അടുത്ത മത്സരങ്ങളിൽ ഗംഭീരമായി തിരിച്ചു വന്നു. അങ്ങനെ വിജയത്തിൻ്റെ വഴി കൃത്യമായി വെട്ടി പോയിന്റ് ടേബിളിൽ ടോപ്പർമാരായിട്ട് തന്നെയാണ് RCB ക്വാളിഫയർ പോരാട്ടങ്ങളിലേക്കും ഫൈനലിലേക്കും എത്തി കിരീടം നിലനിർത്തിയത്. പക്ഷെ RCB മുന്നോട്ട് വെക്കുന്ന പാഠം ഇതാണ്, ലൈഫിൽ തോറ്റുകൊണ്ടിരിക്കുമായിരിക്കും, തോൽവികളൊക്കെ വരുമായിരിക്കും. പക്ഷേ ഈ തോൽവികളിൽ നിന്ന് വിജയത്തിൻ്റെ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. അതാണ് ഇപ്പം RCBക്കും വിരാട് കോഹ്ലിക്കും ഒക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ലോങ് ടൈം ഒരു കിരീടങ്ങളും കിട്ടാതെ പോയിട്ട് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കപ്പുകളൊക്കെ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഒരു ചെറിയ തടസ്സം ഒന്ന് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏതൊരു ടീമിനും വലിയ നേട്ടങ്ങളുടെ വഴിയിൽ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു പാഠം പഠിപ്പിച്ചത് ഒരു 15 വയസ്സുകാരനാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. എക്സ്പീരിയൻസും പ്രായമൊക്കെ വെറും ഒരു നമ്പർ മാത്രമാണ്. ഈ കൊച്ചു പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പ്രഷർ മാച്ചുകളിൽ കളിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞവരുടെ മുൻപിലേക്ക് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രഷറുള്ള മത്സരങ്ങളിൽ വൈഭവ് സൂര്യവംശി നടത്തിയിട്ടുള്ള പ്രകടനം ഉണ്ടല്ലോ, ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുമോ എന്ന് നിർണ്ണയിക്കേണ്ട മത്സരങ്ങളിൽ, അതുപോലെ തന്നെ ടീമിന് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എലിമിനേറ്റർ പോരാട്ടങ്ങളിലൊക്കെ വൈഭവിൻ്റെ പ്രകടനങ്ങൾ, ഹാറ്റ്സ് ഓഫ്. അതിനപ്പുറത്ത് എന്താ പറയുക. സോ എക്സ്പീരിയൻസിലൊന്നും അല്ല കാര്യം, പ്രായത്തിലൊന്നും അല്ല കാര്യം, നമ്മുടെ മൈൻഡ് സെറ്റിലാണ് കാര്യമെന്ന് വൈഭവ് കാണിച്ചു തന്നിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് കൂടിയാണ്. സോ ഏജിനെ വെറും നമ്പരാക്കിയ ടൂർണമെൻറ്റാണ്. പിന്നെ ഒരു കാര്യവും ഒരിക്കലും നമുക്കങ്ങോട്ട് മുൻകൂട്ടി നിശ്ചയിക്കാനൊന്നും പറ്റൂലെന്നേ. ഒരു കാര്യം ഒരിക്കലും വിജയങ്ങൾ ഉറപ്പിക്കാൻ പറ്റാത്തൊരു സീസൺ കൂടിയായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ സീസൺ. KL രാഹുലിൻ്റെ നമ്മൾ കണ്ടതാണ്. KL രാഹുലിൻ്റെ 150+ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഒരു വലിയ സ്കോർ ചേസ് ചെയ്യുന്നു. ആ ഒരു മത്സരം കണ്ട എല്ലാവരും ഉറപ്പിച്ചു ഡൽഹി ഈ കളി അങ്ങോട്ട് ജയിക്കും, ഡൽഹിക്ക് തന്നെയാണ് ജയം, ഒരു ഡൗട്ടും ഇല്ലാന്നുള്ളത്. പക്ഷേ ഡൽഹിയിൽ നിന്ന് ആ മത്സരം പഞ്ചാബ് തിരിച്ചെടുത്ത ഒരു രീതിയുണ്ട്. പ്രഭ്സിമ്രാൻ സിംഗും പ്രിയൻ ഷാരിയും ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുള്ള കിടിലൻ തുടക്കവും ശ്രേയസ് അയ്യർ ഉൾപ്പെടെയുള്ളവർ ഫിനിഷ് ചെയ്ത രീതിയും എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് ആ ഒരു വമ്പൻ ടാർഗറ്റ് ഈസി ആയിട്ട് പഞ്ചാബ് കിങ്സ് അങ്ങോട്ട് ചേസ് ചെയ്തു. സോ പഞ്ചാബിൻ്റെ സീസൺ ആയിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളത്. സോ പഞ്ചാബ് ഡൽഹിക്കെതിരെ ജയിച്ചുകൊണ്ട് ഒരു ടാർഗറ്റുകളും ഇവിടെ സേഫ് അല്ല. ഒരു മത്സരങ്ങളും തീരുന്നതിന് മുമ്പ് നിങ്ങൾ വിജയികളെ നിശ്ചയിക്കരുതെന്ന് അടിവരയിട്ട് പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബിൻ്റെ കഥയിലും ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ടൂർണമെൻറ്റിൽ ആദ്യത്തെ 7 മത്സരങ്ങളിൽ ഒരൊറ്റ മാച്ച് പോലും തോക്കാത്തൊരു ടീം, ഒരു മത്സരം പോലും തോക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു ടീം, അത് ടൂർണമെൻറ്റിൻ്റെ 2ാം ഫേസ് ആയപ്പോഴത്തേക്ക് കളി മറന്നുപോയൊരവസ്ഥയായിരുന്നേ. എല്ലാ മത്സരങ്ങളിലും തോറ്റ് നിൽക്കുന്ന ഒരു ടീമായി മാറി. ബാക്ക് ടു ബാക്ക് പരാജയങ്ങൾ. പിന്നീട് ഒടുവിലൊരു വിജയം നേടിയത് ഏറ്റവും അവസാന മത്സരത്തിലാണ്. അപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് പ്ലേ ഓഫ് സാധ്യതകളൊക്കെ കംപ്ലീറ്റ്ലി പോയി മറിയായിരുന്നു. അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. സോ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ നാളുകൾ പോയിന്റ് ടേബിളിൽ ടോപ്പ് 2-ൽ ഇരുന്ന ടീം പ്ലേ ഓഫിലേക്ക് പോലും എത്താതിരുന്നൊരു ചരിത്രമുണ്ട്. സോ ആർക്കും ഒന്നും ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തരുന്നുണ്ടായിരുന്നു. ഇനി
ഇനിയാണ് കൂട്ടത്തിൽ മറ്റൊരു കൊമ്പം വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ പോയിന്റ് ടേബിളിൽ താഴെത്തട്ടിൽ സുരക്ഷിതമായ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു ടീമാണ്. പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലോട്ടൊന്നും അവർ കയറി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ കൊൽക്കത്ത ടൂർണമെന്റിന്റെ 2ാം ഫേസിൽ മടങ്ങി വന്നിട്ടുള്ളൊരു മടങ്ങിവരവുണ്ടല്ലോ, അത് ഐതിഹാസികമായിരുന്നു, ആധികാരികമായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു ടീമിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നിടത്തു നിന്ന് ഒരു വമ്പൻ കോർഡിനേഷനിൽ വമ്പൻ പെർഫോമൻസിലാണ്. ഫില്ലനലിന്റെ ഓപ്പണിംഗ് പെർഫോമൻസ് ആണെങ്കിലും ടീമിന്റെ ബൗളിംഗ് പെർഫോമൻസ് ആണെങ്കിലും പിന്നെ ഇമ്പ്രൂവ് ചെയ്ത രീതി കിടലിനായിരുന്നു. സോ ഫസ്റ്റ് ഹാഫിൽ 1-2 മത്സരങ്ങൾ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ കൊൽക്കത്ത ഈ സീസണിൽ ഒരു പൊളി പൊളിച്ചേനെ. എന്തായാലും അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ തന്നിട്ടുള്ള ഒരു IPL പോരാട്ടം അങ്ങോട്ട് കൊടിയിറങ്ങുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിരാട് കോഹ്ലിയുടെ ആ ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ. അതായത് IPL കഴിഞ്ഞ 18 സീസണുകൾക്കിടയിൽ വിരാട് കോഹ്ലി നേടിയെടുക്കാത്ത റെക്കോർഡുകളില്ല. അയാളുടെ കൈകളിലേക്ക് എത്താത്തതായിട്ടൊന്നുമില്ല. IPL ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ ബൗണ്ടറീസ്, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, അങ്ങനെ ഒരു ടീമിന് വേണ്ടിയിട്ട് എല്ലാം നേടിയെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റനായ ഒരു കിരീടം സ്വന്തം കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ടീമിലെ ഒരു കിരീടത്തിലേക്ക് നയിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഇന്ന് വിരാടിൻ്റെ മനസ്സിലുണ്ടായി കാണും. കഴിഞ്ഞ തവണ ഫൈനലിൽ വിരാട് കോഹ്ലി ആ ഒരു കിരീടം സ്വന്തമാക്കി സന്തോഷമാണ്. പക്ഷേ തൻ്റെ ക്ലച്ച് ഇന്നിങ്സുകളിലൂടെ, തൻ്റെ ചേസിങ് ഇന്നിങ്സുകളിലൂടെ വിരാട് കോഹ്ലിക്ക് ഇങ്ങനെ ഒരു കിരീടം നേടിയെടുക്കാൻ പറ്റുമ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സന്തോഷവും അഭിമാനവും ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. ഇന്ത്യ എത്രയോ മത്സരങ്ങളിൽ ഈ ഒരു ക്ലച്ച് മാസ്റ്റർ, ഇന്ത്യയുടെ ക്ലച്ച് ഇന്നിങ്സുകളിലൂടെ ആ ഒരു ചേസ് മാസ്റ്റർ നമ്മളെ വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വന്തം ടീമിനെ ഫൈനൽ പോരാട്ടത്തിൽ ഒരു 6 അടിച്ച് ജയിപ്പിക്കുമ്പം കമന്ററി ബോക്സിൽ രവിശാസ്ത്രി എന്ന് പറയാണ് വിരാട് കോഹ്ലി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. അമ്പോ ആ ഒരു ഫീല് ഒരു RCB ആരാധകൻ, ഒരു വിരാട് കോഹ്ലി ആരാധകൻ എന്ന നിലയിൽ മനസ്സിന് തരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള IPL ക്രിസ് ഗെയിലിന്റെ റെക്കോർഡുകൾക്ക് പിറകിലേക്ക് വൈഭവ് സൂര്യവംശിയുടെ ഒരു പോക്കുണ്ടായിരുന്നല്ലോ. ആ ഒരു 97 റൺസ് 30 ബോളുകളിൽ 30 ബോളുകളിൽ സെഞ്ചുറി നേടി വൈഭവ് ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് തകർക്കാൻ പോകുന്ന ആ ഒരൊറ്റ നിമിഷം ഉണ്ടായിരുന്നല്ലോ, അത് ഈ ടൂർണമെന്റിലെ ഏറ്റവും കിട്ടിലോസ്കി മൊമെന്റ് ആയിരുന്നു. ഹൈദരാബാദിനെതിരെ ആ ഒരു പോരാട്ടം നടത്തുന്ന സമയത്ത് പാറ്റ് കമ്മിൻസ് ഉൾപ്പെടെയുള്ള കിടിലൻ ബൗളർമാരെ ആഞ്ഞടിച്ച് വൈഭവ് ആ ഒരു സ്കോറിലേക്ക് എത്തുന്ന നിമിഷം, ആ ഒരു വിക്കറ്റ് പോയപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ലിറ്ററലി ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ ചങ്കൊന്ന് നിന്നുപോയി. ഇത് നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. ഒരു രാജസ്ഥാൻ ആരാധകനല്ല, പക്ഷേ വൈഭവ് ആ നേട്ടം കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ ആ നേട്ടം നേടിയെടുക്കുന്നത് കാണാൻ കൊതിച്ചിരുന്ന ഏതൊരാളുടെയും കണ്ണ് നിറയിച്ചിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. പക്ഷെ വൈഭവാണ്, 15 വയസ്സായതേ ഉള്ളൂ. വൈഭവിൻ്റെ വൈഭവം നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇനിയും അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ഒരുപാട് വിശ്വാസവും സന്തോഷവും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ വൈഭവ് അത് നേടിയെടുക്കും, വൈഭവിനെ കൊണ്ട് അത് കഴിയുമെന്നുള്ളത് നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അങ്ങനെ ഈ ഒരു IPL ഒരുപാട് കഥകൾ നമ്മളുടെ മുൻപിലേക്ക് പറഞ്ഞിട്ടു. നിങ്ങൾക്ക് ഈ ഒരു IPL ഏറ്റവും മനോഹരമായി തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ പറയാട്ടോ. ഞാനിപ്പോൾ റാൻഡമായിട്ട് കുറേ മൊമെൻറ്റ്സ് പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ഒരു വർഷം IPL കണ്ടതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്ന നിമിഷങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു പേജിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് ഏതൊക്കെയാണ്, അതുപോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീഡ്ബാക്സുകളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആ ഫീഡ്ബാക്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം ഈ ഒരു ടൂർണമെൻറ്റിൽ നിങ്ങളെ രസിപ്പിച്ച മൊമെൻറ്റ്സ് ഒക്കെ കമൻറ്റ് ചെയ്തോളൂ. ഇനി നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് വേണം ലോങ് വീഡിയോസ് ചെയ്യണോ വേണ്ടായോ എന്നൊന്ന് ഉറപ്പിക്കാൻ. സോ ഇതുവരെ കണ്ടിരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്, ഹൃദയത്തിൽ നിന്ന് നന്ദി.